എൻ.എ. മുഹമ്മദ് കുട്ടിയെ വീണ്ടും എൻ.സി.പി സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കലൂർ റിന്യൂവൽ സെന്ററിൽ നടന്ന എൻ.സി.പി സംസ്ഥാന നേതൃയോഗത്തിലാണ് എൻ.എ. മുഹമ്മദ് കുട്ടിയെ വീണ്ടും എൻ.സി.പി സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ എൻ.സി.പിക്ക് വലിയ പ്രാധാന്യമാണ് വരുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത നിലപാടാണ് എൻ.സി.പിക്കുള്ളത്. കേരളത്തിൽ എൻ.സി.പിയുടെ നിലപാട് മതേതരമാണെന്നും എൻ.എ. മുഹമ്മദ് കുട്ടി പറഞ്ഞു. കേരളത്തിലെ വിവിധ മുന്നണികൾക്കെതിരെ ശക്തമായ ജനകീയ വികാരമാണ് ഇന്ന് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സ്വതന്ത്രമായ മതേതര നിലപാട് സ്വീകരിക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ ഇടതുമുന്നണി അവസരവാദ രാഷ്ട്രീയമാണ് സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് JDS-നോടും എൻ.സി.പിയോടും വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത്. LDF-ന്റെ ഈ അവസരവാദ നിലപാടിനെ ജനങ്ങൾ വെറുക്കുന്നു എന്നാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ദേശീയ തലത്തിൽ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരാൻ BJP ശ്രമിച്ചെങ്കിലും TDP-യുടെയും JDU-വിന്റെയും നിലപാടുകളാണ് നിർണായകമായത്. വഖഫിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ പോയത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും സ്വീകരിച്ച നിലപാടുകളിലായിരുന്നു. ഇരു പാർട്ടികളും ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ്. എൻ.സി.പിയും സമാനമായി ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുന്ന നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക. ന്യൂനപക്ഷ സംരക്ഷണം നൽകാതെ ഒരു പാർട്ടിക്കും കേരളത്തിൽ മുന്നോട്ട് പോകാനാകില്ല. വികസനം മുൻനിർത്തിയും തികച്ചും മതേതരവുമായ നിലപാടുകൾ തന്നെയായിരിക്കും ഇനിയും എൻ.സി.പി സ്വീകരിക്കുക എന്നും മുഹമ്മദ് കുട്ടി പറഞ്ഞു. പലർക്കും പല സംശയങ്ങളുണ്ട്. എൻ.സി.പി എന്ന് പറഞ്ഞാൽ മുൻപ് നമുക്ക് പറയാമായിരുന്നു നമ്മൾ ഒരു മതേതര പാർട്ടിയെ തന്നെയാണ് വന്നു. പിന്നീട് മഹാരാഷ്ട്രയിൽ താൽക്കാലികമായി അവിടെ ഒരു ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് നാം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ NDAയുടെ ഭാഗമായി മത്സരിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ തീർന്നത്. പക്ഷേ കാശ്മീരിൽ അതല്ല, നാഗാലാൻഡിൽ അതല്ല, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. ഇവിടെ പോലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും നാം ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചുകൊണ്ടാണ്, അതായത് മത്സരത്തിനല്ലാതെ മാറി നിന്നുകൊണ്ടാണ് NDAയുടെ കൂടെ പോകാതെയാണ് നാം മാറിയിരുന്നത്. അതേസമയം ലക്ഷദ്വീപിൽ അന്ന് ഞങ്ങളിവിടെ 10-12 പേര് പോയിരുന്നു. അവർക്ക് എല്ലാവരും ചോദിച്ചാൽ അറിയാം, അവിടെ എൻ.സി.പി സ്ഥാനാർത്ഥിയെ ഒറ്റയ്ക്ക് നിന്നാണ് മത്സരിച്ച് അവിടെ NDAയുടെ യാതൊരുവിധ സപ്പോർട്ടും വാങ്ങിക്കാതെയാണ് അവിടെ ഞങ്ങൾ മുന്നോട്ട് പോയത്. വോട്ട് കിട്ടിയതിന്റെ ഭാഗങ്ങളൊക്കെ മാറ്റുക. അന്നത്തെ ശ്രീ പ്രഫുൽ പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമുണ്ട്, അവിടെ എൻ.സി.പി SP-യുടെ ഫൈസലിനെ തോൽപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾ തന്നത്. അത് ഞങ്ങൾ നിറവേറ്റി പോന്നു എന്നുള്ളതാണ് വാസ്തവം. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പോടെ എൻ.സി.പി സംസ്ഥാനത്ത് നിർണായക ശക്തിയായി മാറുമെന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനും ദേശീയ ജനറൽ സെക്രട്ടറിയും വക്താവുമായ ബ്രിജ് മോഹൻ ശ്രീവാത്സവ് പറഞ്ഞു. സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് എൻ.സി.പി ഏറെ നാളുകളായി പിന്തുടരുന്നത്. മുഴുവൻ ജില്ലകളിലും സംഘടനയ്ക്ക് പുതിയ ഉണർവ് ലഭിച്ചു. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എൻ.സി.പി നടത്തുന്ന മുന്നേറ്റം ചെറുതല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളത്തിൽ പാർട്ടിക്ക് കൃത്യമായ ഇടം ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേതൃയോഗത്തിൽ വൈസ് പ്രസിഡന്റായി KA ജബ്ബാറിനെയും ട്രഷററായി മധുകുമാർ കുളത്തൂരിനെയും തിരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് കവിതയായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർ. എൻ.സി.പി വിദ്യാർത്ഥി സംഘടനയായ NSC ദേശീയ പ്രസിഡന്റ് ചൈതന്യ സണ്ണി മങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് N.A. മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു.